ഇന്ത്യൻ ലെജൻഡ് കപിൽ ദേവ് കോഴയിൽ പങ്കുള്ള ഒരു കളിക്കാരനാണെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ആരോപണം. ഫോളോ ഓൺ ഭീഷണി വഴങ്ങിയാണ് ന്യൂസിലാൻഡ് ഓൾ ഔട്ട് ആയത്. അതും 4-ാം ദിവസം ലഞ്ചിന് ശേഷം. ആ മത്സരത്തിൽ അവശേഷിക്കുന്നത് 1.5 ദിവസം അഥവാ 4 സെഷനുകൾ മാത്രം. ന്യൂസിലാൻഡിന് ലീഡ് നേടാൻ ഇനിയും 276 റൺസ് കൂടെ വേണം. എന്താണ് അവിടെ സംഭവിക്കേണ്ടത്? ന്യൂസിലാൻഡിനോട് വീണ്ടും ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുക, ഫോളോ ഓൺ ചെയ്യാൻ ആവശ്യപ്പെടുക, അവരെ 275 റൺസിനുള്ളിൽ പുറത്താക്കി ഇന്നിംഗ്സ് വിജയം നേടുക, അല്ലേ? എന്നാൽ അവിടെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റനായ ഇന്ത്യ ന്യൂസിലാൻഡിനെ ഫോളോ ഓൺ ചെയ്യാൻ ഇറക്കിയില്ല. മറിച്ച് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ ആ 4-ാം ദിവസം 3-ാം ഇന്നിംഗ്സ് കളിക്കാൻ ഇറങ്ങി. 32 ഓവർ ബാറ്റ് ചെയ്ത ഇന്ത്യ 148 റൺസ് നേടി ഡിക്ലെയർ ചെയ്തു. അതിനുശേഷം ന്യൂസിലാൻഡിനെ ബാറ്റിങ്ങിന് അയച്ചു. കളിച്ച എല്ലാ ബാറ്റർമാരും പാറ പോലെ ഉറച്ചു നിന്നു. ഇന്ത്യ വിജയിക്കാൻ നല്ല സാധ്യതയുണ്ടായിരുന്ന ആ മത്സരം അങ്ങനെ സമനിലയിലായി. ഇത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ഒത്തുകളികൾ നടന്നിരുന്ന, വാതുവെപ്പുകാർ വിലസിയിരുന്ന കാലത്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഹാൻസി ക്രോണിയുടെ പങ്ക് വെളിപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ത്യൻ ഓൾറൗണ്ടർ മനോജ് പ്രഭാകറിന്റെയും പേര് പുറത്തു വന്നു. ഉടനെ തന്നെ പ്രഭാകറിന്റെ വകയായി മറ്റൊരു ഞെട്ടിക്കുന്ന ആരോപണമെത്തി. സർവ്വസമ്മതനായിരുന്ന ഇന്ത്യൻ ലെജൻഡ് കപിൽ ദേവ് കോഴയിൽ പങ്കുള്ള ഒരു കളിക്കാരനാണെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ആരോപണം. പിന്നീട് വന്ന തെഹൽക്ക, ഒളികാവറ ദൃശ്യങ്ങളിൽ സിദ്ധു, രവിശാസ്ത്രി തുടങ്ങിയവർ പോലും പ്രഭാകരെ തള്ളിക്കളഞ്ഞിട്ടില്ല. പലരും പാജി എന്ന പേര് പലതവണ പരാമർശിക്കുന്നുണ്ട്. അത് കപിൽ ദേവിനെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അടുത്തതായി കോഴക്കേസിൽ അകപ്പെട്ടത് മുൻ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്ഹറുദ്ദീൻ ആയിരുന്നു. അദ്ദേഹവും ഈ അഹമ്മദാബാദ് ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ എന്തുകൊണ്ട് ഫോളോ ഓൺ ചെയ്തില്ല എന്ന് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് BCCI വിജിലൻസ് കമ്മീഷണർ മാധവന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഈ അഹമ്മദാബാദ് ടെസ്റ്റിനെ കുറിച്ച് അന്വേഷണം നടത്തി. മാനേജർ അജിത് വഡേക്കർ, ഇന്ത്യൻ കോച്ച് കപിൽ ദേവ് എന്നിവരെ ചോദ്യം ചെയ്തു. സാക്ഷിയായി ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ മൊഴിയും രേഖപ്പെടുത്തി. കമ്മീഷന് മുന്നിൽ സച്ചിൻ ടെണ്ടുൽക്കർ നൽകിയ മൊഴി ടീം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം എന്നായിരുന്നു. ടീമിന്റെ ഒരു സ്ട്രാറ്റജിയെ തെറ്റു പറയാൻ സാധിക്കില്ല എന്നതിനാലായിരിക്കാം കമ്മീഷന് ആ മൊഴിയിൽ തൃപ്തിയുണ്ടായിരുന്നു. കപിൽ ദേവിനെതിരെ തെളിവുകൾ ഇല്ല എന്ന് കമ്മീഷൻ അറിയിച്ചു. പതിയെ ആ ടെസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ബഹളങ്ങൾ കേട്ടടങ്ങി. അപ്പോഴും ആ ഒരു ചോദ്യം ബാക്കിയായിരുന്നല്ലോ. എന്തായിരുന്നു സച്ചിൻ പറഞ്ഞ ആ ടീം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനം?